Good morning to all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് കെറ്റ്സ്, ബ്രാസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് കെറ്റ് വെക്റ്റേഴ്സ്, ബ്രാ വെക്റ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. എങ്ങനെ കെറ്റ് വെക്ടറിനെ, ബ്രാ വെക്ടറിനെ, അതുപോലെ ഓപ്പറേറ്ററിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലീനിയർ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ലീനിയർ വെക്ടർ സ്പേസ്, എന്താണ് ഹിൽബർട്ട് സ്പേസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർട്ടൻ വെക്ടേഴ്സ് ആൻഡ് സ്കെയിലാസ് വിച്ച് ഒബേ സം മാത്തമാറ്റിക്കൽ റൂൾസ്. അത് ഈ പറഞ്ഞ പോലെ വെക്ടർ അഡീഷൻ്റെയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റേതുമായി കുറേ മാത്തമാറ്റിക്കൽ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സും സെറ്റ് ഓഫ് സ്കെയിലാർസും അടങ്ങിയ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ ലീനിയർ വെക്ടർ സ്പേസ് അല്ലെങ്കിൽ ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലീനിയർ വെക്ടർ സ്പേസിലുള്ള വെക്ടറുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ലീനിയർ വെക്ടർ സ്പേസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് യൂക്ലീഡിയൻ സ്പേസ് ഒരു എക്സാമ്പിളാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, യൂക്ലീഡിയൻ സ്പേസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ 3-dimensional യൂക്ലീഡിയൻ സ്പേസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു ലീനിയർ വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ അധികം വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഓരോ വെക്ടേഴ്സും എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലീനിയർ വെക്ടർ സ്പേസിലുള്ള ഓരോ വെക്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനൊരു ബേസ് വെക്ടർ ഉണ്ടാവും. ആ ബേസ് വെക്ടറിൻ്റെ ടേംസിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂക്ലീഡിയൻ സ്പേസിൻ്റെ കേസിൽ ബേസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ആണ് ബേസ് വെക്ടേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i + 4j + 5k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ബേസ് വെക്ടർ ഐ, ജെ, കെ എന്ന് പറയുന്ന 3 ബേസ് വെക്ടറിൻ്റെ ടേംസിൽ ആണ് ഞാൻ ഈ പറഞ്ഞ എ എന്ന് പറയുന്ന വെക്ടറിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സോ we can define any vector in a vector space in terms of the base vectors ആണ്. അപ്പം നമ്മൾ ഒരു വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ വെക്ടർ സ്പേസിൽ എന്തുണ്ടാവും, ഒരു ബേസ് വെക്ടേഴ്സ് ഉണ്ടാവും. ആ ബേസ് വെക്ടേഴ്സ് ആണ് അതിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് ബേസ് വെക്ടേഴ്സ് ആണ് നമ്മൾ ആ പറഞ്ഞ വെക്ടർ സ്പേസിലുള്ള ഏതൊരു എലമെൻറ്റിനെയും അല്ലെങ്കിൽ ഏതൊരു വെക്ടറിനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞു. ഇനി നമുക്കിവിടെ ഈ കെറ്റ് വെക്ടേഴ്സ്, ബ്രാ വെക്ടേഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ സോ എങ്ങനെ നമുക്കിതിനെ ഈ പറഞ്ഞ മെട്രിക്സ് ഫോമിൽ കെറ്റ് വെക്ടേഴ്സിനെയും ബ്രാ വെക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കെറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി വി റെപ്രസെൻറ്റ് ദ കെറ്റ് വെക്ടേഴ്സ് ആസ് കോളം വെക്ടേഴ്സ്. കെറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് കോളം വെക്ടേഴ്സ് അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആണ്. ഓക്കെ, കോളം വെക്ടേഴ്സ് അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതുക. അതേസമയം നമ്മൾ ബ്രാ വെക്ടറിനെ നമ്മൾ റോ വെക്ടർ ആയിട്ടാണ് എഴുതുക, റോ വെക്ടർ. ഓക്കെ, അല്ലെങ്കിൽ റോ മെട്രിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സപ്പോസ് ഞാനൊരു 3-dimensional സ്പേസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ഒരു 3-dimensional സ്പേസ്. ആ 3-dimensional സ്പേസിലെ നമ്മുടെ ബേസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് 5, 5, 5, ഇങ്ങനെ 3 ബേസ് വെക്ടറുകളാണുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 ബേസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു 3-dimensional സ്പേസിലെ ബേസ് വെക്ടേഴ്സായിട്ട്, ഞാൻ മുമ്പേ യൂക്ലീഡിയൻ സ്പേസ് പറഞ്ഞപ്പോൾ ഐ, ജെ, കെ എന്ന് പറയുന്ന ബേസ് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമ്മളൊരു 3-dimensional സ്പേസ് എടുക്കുമ്പം സപ്പോസ് അതിലെ ബേസ് വെക്ടേഴ്സിനെ ഞാൻ 5, 5, 5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കെറ്റ് 5 എന്താണ്, കെറ്റ് 5 എന്ന് പറയുന്നത് നമുക്കതിനെ ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 1, 0, 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ 5 എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 0, 1, 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ 5 എന്ന് പറയുന്നത് 0, 0, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ,
എന്ന് വെച്ചാൽ ഇതെന്താണ്, ഇത് നമ്മുടെ ബേസ് വെക്റ്റേഴ്സാണ്, 5 1 5 2 5 3. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാ വെക്റ്റേഴ്സ് എന്തായിരിക്കും? അതായത് ബ്രാ വെക്റ്റർ 5 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺജുഗേറ്റഡ് ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിൻ്റെ ഡാഗർ. അപ്പം കെറ്റ് 5 1ൻ്റെ ഡാഗറാണ് എന്ത്, ബ്രാ 5 1 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 0 0 ആയിരിക്കും. അതേപോലെ ബ്രാ വെക്റ്റർ 5 2 എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0 1 0 ആയിരിക്കും. ആൻഡ് ബ്രാ വെക്റ്റർ 5 3 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 0 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കെറ്റ് വെക്റ്റേഴ്സും അതേപോലെ തന്നെ ബ്രാ വെക്റ്റേഴ്സും. സോ ദീസ് ആർ ദ ബേസ് വെക്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കെറ്റ് വെക്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്തായിട്ടാണ് എഴുതിയിട്ടുള്ളത്? കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഒരു കോളം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എത്ര റോ വേണേലും ഉണ്ടാവാം, പക്ഷേ അതിന് ഒരു കോളം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബ്രാ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രാ വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് റോ വെക്റ്റേഴ്സ്. അതിനെന്തേ ഉണ്ടാവുള്ളൂ? ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. കോളം എത്ര വേണേലും ഉണ്ടാവാം, പക്ഷേ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിവിടെ 3 ഡയമെൻഷണൽ സ്പേസ് ആണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ മെട്രിക്സിൻ്റെയൊക്കെ ഓർഡർ എന്താണ്? കെറ്റ് 5 1 എന്ന് പറയുന്നതിൻ്റെ ഓർഡർ നമ്മൾ സാധാരണഗതിയിൽ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എഴുതുന്നത് റോ ബൈ കോളം എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എ 3 by 1 മെട്രിക്സ് ആണ്. And this is also a 3 by 1 matrix. This is also a 3 by 1 matrix. Here this is 1 by 3 matrix ആണ്. ഇതൊരു 1 by 3 matrix ആണ്. ഇതൊരു 1 by 3 matrix ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കെറ്റ് വെക്റ്റേഴ്സ് ആർ യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് കോളം വെക്റ്റേഴ്സ്, വൈൽ ബ്രാ വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് റോ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലെ ബേസ് വെക്റ്റേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ 5 1 5 2 5 3 എന്നെടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ 3 ഡയമെൻഷണൽ സ്പേസിലെ ഏതൊരു വെക്റ്റർ എടുത്താലും, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 2 9 -5 എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് 2 × 1 0 0 പ്ലസ് 9 × 0 1 0 പ്ലസ് -5 × 0 0 1 എന്നെനിക്ക് എഴുതാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഇതെന്താ സാധനം? ദിസ് ഈസ് ഈക്വൽ ടു 1 0 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസ് വെക്ടറായിട്ടുള്ള 5 1 ആണ്. പ്ലസ് ദിസ് ഈസ് 9 times 5 2 ആണ്. ആൻഡ് ദിസ് ഈസ് -5 times കെറ്റ് വെക്ടർ 5 3 ആണ്. അപ്പോൾ സപ്പോസ് ഞാൻ ഈ പറഞ്ഞ 2 9 -5 എന്ന് പറയുന്ന വെക്ടർ ഇതൊരു കോളം വെക്ടറാണ്. സോ ലെറ്റ് ദിസ് ഈസ് സം സൈ എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ദിസ് സൈ ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് 2 5 1 പ്ലസ് 9 5 2 -5 5 3. അതായത് ഒരു ലീനിയർ വെക്ടർ സ്പേസിൽ ഉള്ള ഒരു കെറ്റ് വെക്ടറിനെ നമുക്ക് അതിലുള്ള ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വെക്ടർ സ്പേസിലെ ബേസ് വെക്റ്റേഴ്സ് അറിയാമെങ്കിൽ ആ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിലുള്ള വെക്റ്റേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹിയർ ദിസ് ഇസ് 2 5 1 പ്ലസ് 9 5 2 -5 5 3 ആണ്. അപ്പോൾ ഒരു ലീനിയർ വെക്ടർ സ്പേസിലുള്ള ഏതൊരു വെക്ടറിനെയും ഡിഫൈൻ ചെയ്യാൻ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വെക്ടർ സ്പേസിൻ്റെ ബേസ് വെക്റ്റേഴ്സ് ആണ് അറിയേണ്ടത്. ഓക്കെ, ഇപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് വെക്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സപ്പോസ് ഒരു 4 ഡയമെൻഷണൽ സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 4 ഡയമെൻഷണൽ സ്പേസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എത്ര ബേസ് വെക്റ്റേഴ്സ് ഉണ്ടാകുമായിരുന്നു? 4 ബേസ് വെക്റ്റേഴ്സ് ഉണ്ടാകുമായിരുന്നു. ദാറ്റ് ഈസ് 1 0 0 0, ദെൻ 5 2 is equal to 0 1 0 0, then 5 3 is equal to 0 0 1 0, and 5 4 is equal to 0 0 0 1. ഇങ്ങനെ 4 ബേസ് വെക്റ്റേഴ്സ് ഉണ്ടാകുമായിരുന്നു. ഓക്കെ, അതായത് എനിക്ക് സപ്പോസ് ഒരു വെക്റ്റർ 5 -2 3 9 ഇങ്ങനെ ഒരു വെക്ടറിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇതിന് എന്ത് പറയാൻ വേണ്ടി പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു, സപ്പോസ് ഈ വെക്ടർ സൈ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ ഇതിനെനിക്ക് 5 5 1 -2 5 2 പ്ലസ് 3 5 3 പ്ലസ് 9 5 4 ആണെന്ന് പറയാം.
ഓക്കെ. സോ നമുക്ക് ഈ രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബേസ് വെക്റ്റേഴ്സ് അറിയാമെങ്കിൽ ആ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം. നൗ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ, n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര ബേസ് വെക്റ്റേഴ്സ് ഉണ്ടാവും? എത്ര ബേസ് വെക്റ്റേഴ്സ് ഉണ്ട്? n നമ്പർ ഓഫ് ബേസ് വെക്റ്റേഴ്സ് ഉണ്ടാവും. അതായത് 5 1 5 2 എക്സെട്ര അപ് ടു 5n വരെയുള്ള n നമ്പർ ഓഫ് ബേസ് വെക്റ്റേഴ്സ് ഉണ്ടാവും. അതായത് ഇവിടെ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ സപ്പോസ് ഈ പറഞ്ഞ 5 1 എന്ന് പറയുന്നത് 5 1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1 0 0 എക്സെട്ര. ഇങ്ങനെ എത്ര ടേംസ് ഉണ്ടാവും? n ടേംസ് ഉണ്ടാവും. നൗ 5 2 എന്ന് പറയുന്നത് ദിസ് വിൽ ബി 0 1 0 0 എക്സെട്ര n ടേംസ് ഉണ്ടാവും. ഇതേപോലെ 5 3 എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് 0 0 1 0 0 ഇങ്ങനെ പോവും. ആൻഡ് എക്സെട്ര നമ്മൾ ലാസ്റ്റ് 5n എടുത്തു കഴിഞ്ഞാൽ 0 0 0 എക്സെട്ര. അങ്ങനെ nth ടേം എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇതാണ്, അതായത് ഈ പറഞ്ഞ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡർ എത്രയായിരിക്കും? ഇതിന് n റോസും ഉണ്ടാവും, ഒരു കോളം ആയിരിക്കും ഉണ്ടാവും. ഇതൊക്കെ n/1 മെട്രിക്സുകളായിരിക്കും. സോ ഇവിടെ ഓർക്കേണ്ടത് ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഓർഡർ എത്രയാണ്? 3 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണോ, 4 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണോ, അതൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണോ? 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ നമ്മുടെ ബേസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് 1 0 അതേപോലെ 0 1 ആയിരിക്കും. ഓക്കെ, 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓർഡർ ഓഫ് വെക്റ്റർ സ്പേസ് അറിയാമെങ്കിൽ അതിനകത്ത് ബേസ് വെക്റ്റേഴ്സ് അറിയാം. ബേസ് വെക്റ്റേഴ്സ് അറിയാമെങ്കിൽ ആ വെക്റ്റർ സ്പേസിലുള്ള ഏത് വെക്റ്ററിനെ വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. നൗ സോ നമ്മളിവിടെ പറഞ്ഞത് എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കെറ്റ് വെക്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ബ്രാ വെക്റ്റേഴ്സിനെയും ഓപ്പറേറ്റേഴ്സിനെയും മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ബേസ് വെക്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. സപ്പോസ് സെറ്റ് ഓഫ് ഓൾ 5n ഈസ് used to express or is used to abbreviate an infinitely countable set of vectors, that is set of 5 1 5 2 etc. 5 1 5 2 5 3 etc. okay, of the Hilbert space. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ അതായത് 5 1 5 2 5 3 തുടങ്ങിയ കുറേ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഡയമെൻഷണൽ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ n നമ്പർ ആയിരിക്കും. 5 1 5 2 5 3 5 4 അങ്ങനെ എക്സെട്ര 5n നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഉണ്ടാവും. ഇനി ഇത്തരത്തിലൊരു വെക്റ്റർ സ്പേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെക്റ്റർ സ്പേസിലെ ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ദി ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ? ഓക്കെ, ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് 5n വിത്ത് 5m എന്ന് പറയുന്നത് ഈക്വൽ ടു del nm ആയിരിക്കും. വേർ del nm എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രോണിക്കർ ഡെൽറ്റ ഫംഗ്ഷൻ, വേർ ദിസ് del nm ഇസ് ഈക്വൽ ടു 1 ആണ് ഫോർ n ഈക്വൽ ടു m, ദിസ് ഇസ് 0 ഫോർ n നോട്ട് ഈക്വൽ ടു m ആണ്. ഓക്കെ, ഇതിന് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. സപ്പോസ് നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. 3 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ നമുക്ക് 5 1 എന്താണെന്നറിയാം. 5 1 എന്ന് പറയുന്നത് 1 0 0 ആണെന്നറിയാം. അതേപോലെ 5 2 എന്ന് പറയുന്നത് 0 1 0 ആണെന്നറിയാം. 5 3 എന്ന് പറയുന്നത് 0 0 1 ആണെന്നറിയാം. ഈ 3 എണ്ണം 3 ഡയമെൻഷണൽ സ്പേസിലെ എന്താണ് നമ്മുടെ ബേസ് വെക്റ്റേഴ്സാണ്. ഈ പറഞ്ഞ വെക്റ്റേഴ്സ് ഓർത്തോ നോർമൽ വെക്റ്റേഴ്സാണ്. എന്തുകൊണ്ട് ഇത് ഓർത്തോ നോർമലാണ്? ഓക്കെ, നമുക്ക് കെറ്റ് 5 1 അറിയാം. കെറ്റ് 5 1 അറിയാമെങ്കിൽ എന്തായിരിക്കും ബ്രാ 5 1? ബ്രാ 5 1 എന്ന് പറഞ്ഞാൽ റോ വെക്ടറാണ് 1 0 0. ആൻഡ് ദിസ് 5 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 1 0 ആണ്. ആൻഡ് ദിസ് 5 3 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ 5 1 വിത്ത് 5 1 സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് 5 1 വിത്ത് 5 1 എടുക്കുന്നു. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 1 0 0 ഇൻറ്റു കെറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് 1 0 0. ഓക്കെ, സോ
ദിസ് ഈസ് എ 1/3 മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് എ 3/1 മെട്രിക്സ്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1/1 ആണ് കിട്ടുക. ഓക്കെ, എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 ആണെന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ 5/2 വിത്ത് 5/2 എടുക്കുന്നു. വാട്ട് ഈസ് 5/2 വിത്ത് 5/2? ദിസ് വിൽ ബി 0 1 0 ഇൻറ്റു 0 1 0 ആണ്. ഇതും എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഇതേപോലെ നിങ്ങളിവിടെ 5/3 വിത്ത് 5/3 സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് 5/3 വിത്ത് 5/3 എന്ന് പറഞ്ഞാൽ 0 0 1 ഇൻറ്റു 0 0 1 ആണ്. ഇതും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് നമുക്ക് 5/1 വിത്ത് 5/1 എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. 5/2 വിത്ത് 5/2 എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. 5/3 വിത്ത് 5/3 സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് 5/3 വിത്ത് 5/3 എടുത്താൽ 1 കിട്ടും. അതേസമയം എന്തായിരിക്കും 5/1 വിത്ത് 5/2 എടുത്തു കഴിഞ്ഞാൽ? വാട്ട് ഈസ് 5/1 വിത്ത് 5/2? ബ്രാ വെക്റ്റർ 5/1 എന്ന് പറയുന്നത് ബ്രാ വെക്റ്റർ റോ വെക്റ്ററാണ്. ദറ്റ് ഈസ് 1 0 0 ആണ്. നൗ കെറ്റ് വെക്റ്റർ 5/2 എന്ന് പറയുന്നത് 0 1 0 ആണെന്നറിയാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 0 0 പ്ലസ് 0 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 0 0 എന്ന് വെച്ചാൽ ഇതെന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ 5/1 വിത്ത് 5/2 എടുത്താൽ 0 കിട്ടും. ഇതേപോലെ സപ്പോസ് ഞാൻ 5/1 വിത്ത് 5/3 എടുക്കുന്നു, അത് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. 5/2 വിത്ത് 5/3 എടുക്കുന്നു, അതും എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. അതാണ് നമ്മളിവിടെ ഓർത്തോ നോർമാലിറ്റി കണ്ടീഷനായിട്ട് പറഞ്ഞത്. സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് 5n വിത്ത് 5m എന്ന് പറയുന്നത് ഈക്വൽ ടു ക്രോണിക്കർ ഡെൽറ്റ ഡെൽ എൻ എം ആണ്. വേർ ഡെൽ എൻ എമ്മിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡെൽ എൻ എമ്മിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണ് ഇഫ് n ഈക്വൽ ടു എം. അതേസമയം ഈക്വൽ ടു 0 ആണ് ഇഫ് n നോട്ട് ഈക്വൽ ടു എം. അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം ഏതൊക്കെ കേസിലാണ് നമുക്ക് 1 കിട്ടിയത്. 5/1നെ 5/1നോട് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പം, അതേപോലെ 5/2നെ 5/2നോട് എടുക്കുമ്പോൾ, 5/3യെ 5/3നോട് എടുക്കുമ്പോൾ, അതായത് എന്നും എമ്മും സെയിം ആവുന്ന കേസിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ വാല്യൂ 1 കിട്ടും. ഇത് ഡിഫറൻ്റ് ആവുന്ന കേസ് 5/1 വിത്ത് 5/2, 5/1 വിത്ത് 5/3, 5/2 വിത്ത് 5/3, തിരിച്ച് 5/3 വിത്ത് 5/2, 5/3 വിത്ത് 5/1 എങ്ങനെ എടുത്താലും ഇതൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ പറഞ്ഞ എന്നും എമ്മും ഡിഫറൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഈക്വൽ ടു 0 കിട്ടും എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദി ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ. നൗ അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സപ്പോസ് സം ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, സം ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 5n സം ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 5n എന്ന് പറയുന്നത് ഈക്വൽ ടു i ആണ്. ഓക്കെ, സം ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 5n ഈസ് ഈക്വൽ ടു i ആണ്. i എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഹിയർ i ഈസ് ദി യൂണിറ്റ് ഓപ്പറേറ്ററാണ്. യൂണിറ്റ് ഓപ്പറേറ്റർ, അതായത് മെട്രിക്സ് ഫോമിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് വരും. എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം? നമ്മളൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സം ഓവർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 5n ഈസ് ഈക്വൽ ടു i എന്ന് എഴുതി. നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓവർ n ഈക്വൽ ടു 1 ടു, ഓക്കെ, 3 ടേംസ് ആണ് നമുക്കുള്ളതെങ്കിൽ n ഈക്വൽ ടു 1 ടു 3, n ഈക്വൽ ടു 1 മുതൽ 3 വരെ നമ്മൾ ഈ പറഞ്ഞ 5n എടുക്കുന്നു. ഓക്കെ, എന്താ അതിൻ്റെ മീനിങ്? ദിസ് ഇസ് 5/1 പ്ലസ് 5/2 പ്ലസ് 5/3 3 ടേംസേ ഉള്ളൂ എങ്കിൽ, അതായത് 3 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ അതിന് 3 ബേസ് വെക്റ്റേഴ്സേ ഉള്ളൂ, 5/1 5/2 5/3. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ ഇത് കെറ്റ് വെക്റ്റർ 5/1. കെറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കോളം വെക്റ്റർ 1 0 0 ഇൻറ്റു ബ്രാ വെക്റ്റർ 5/1 എന്ന് പറഞ്ഞാൽ 1 0 0 പ്ലസ് ദിസ് ഈസ് 0 1 0 ഇൻറ്റു 0 1 0 പ്ലസ് ഇതെന്ത് വരും? 0 0 1 ഇൻറ്റു 0 0 1 എന്ന് വരും. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കിയേ? ഇത് ഒരു 3/1 മെട്രിക്സ് ആണ്, ഇതൊരു 1/3 മെട്രിക്സ് ആണ്. 3/1നെയും 1/3 മൾട്ടിപ്ലൈ ചെയ്താൽ വി ആർ ഗെറ്റിംഗ് എ 3/3 മെട്രിക്സ്. സോ നമുക്ക് ആ കിട്ടുന്ന 3/3 മെട്രിക്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 1, ഇത് 1 0 0 0 1 0 0 0 0 0 0. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ടേം 1, ബാക്കിയെല്ലാം 0. നൗ പ്ലസ് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും?
ഇത് 0 0 0, ഇവിടെയും 0, ഇവിടെ മാത്രം 1 × 1, ദിസ് ടേം വിൽ ബി 1 0 0 0 0 എന്ന് കിട്ടും. നൗ പ്ലസ് ലാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0 0 0 0 0 0 0 0, ഈ 1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒരു 1 കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. നൗ ഈ 3 മെട്രിക്സ് 3 3x3 മെട്രിക്സ് ആണ്. ഇതിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 1 0 0 0 1 0 0 0 1 എന്ന് കിട്ടും. ഇത് നമ്മളുടെ എന്ത് മെട്രിക്സ് ആണ്? യൂണിറ്റ് മെട്രിക്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. സം ഓവർ n = 1 to infinity phi n = I ആണ്. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് ഫോമിലേക്ക് വരുമ്പം എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ് നമ്മളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചത്. 3x3 ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ അതേസമയം നമ്മൾ എടുക്കുന്ന വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞൊരു 4 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? 4 റോയും 4 കോളവുമുള്ള ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് മെട്രിക്സ് നമുക്ക് കിട്ടുമായിരുന്നു. അതേസമയം നമ്മൾ എടുക്കുന്ന ഒരു ലീനിയർ വെക്റ്റർ സ്പേസ് ഓഫ് ഓർഡർ n ആണെങ്കിൽ, n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു n/n മെട്രിക്സ് ആയിരിക്കും കിട്ടുക. n/n മെട്രിക്സ് ഓഫ് എന്ത് തരത്തിലുള്ള മെട്രിക്സ് ആണ്? ഒരു യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുക. യൂണിറ്റ് ഓപ്പറേറ്റർ acting on a ket. Unit operator acting on a ket leaves the ket unchanged. Okay. അതായത് ഒരു കെറ്റ് വെക്ടറിനെ ഒരു യൂണിറ്റ് ഓപ്പറേറ്റർ കൊണ്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കെറ്റിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇനി അടുത്തിവിടെ പറയാൻ പോകുന്ന ഇതാണ് how to expand a state vector psi ket vector in terms of phi n. phi n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസ് വെക്റ്റേഴ്സ് ആണ്. ഇതിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു കെറ്റ് വെക്റ്റർ psi എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് I psi. കാരണം ഒരു യൂണിറ്റ് ഓപ്പറേറ്റർ കെറ്റ് വെക്റ്ററിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. നൗ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു യൂണിറ്റ് ഓപ്പറേറ്റർ ഐയെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സം ഓവർ n = 1 to infinity phi n എന്ന് പറയുന്നത് ഇതെന്താണ് സാധനം? ഇത് I ആണ്. സോ ഞാൻ ഇവിടെയുള്ള ഈ ഐക്ക് പകരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നൗ ദിസ് ഈസ് I ആക്ടിങ് ഓൺ psi. ഈ രീതിയിൽ എനിക്കിതിനെ എഴുതാം. നൗ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ സം ഓവർ n = 1 to infinity, ഇവിടെ phi n ഉണ്ട്. നൗ ഇതിനെ phi n psi, ദിസ് ഈസ് ബ്രാ വെക്റ്റർ ആൻഡ് ദിസ് ഈസ് കെറ്റ് വെക്റ്റർ. ഇതിനെ ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു phi n psi ആണെന്ന് എഴുതും. phi n psi. നൗ ഈ പറഞ്ഞ phi n × psi എന്ന് പറയുന്നത് സം ഓവർ n = 1 to infinity. ലെറ്റ് മീ എക്സ്പ്രസ് ഇറ്റ് ആസ് സം ടേം an. ഇതിനെ ഞാൻ an എന്ന് വിളിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു an phi n എന്ന് എഴുതാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ മീനിങ്? ഈ പറഞ്ഞ phi n psi എന്ന് പറയുന്നത് ഈക്വൽ ടു an എന്ന് നമ്മൾ എന്തുകൊണ്ട് എഴുതി? അതാണ് നമ്മളിനി അടുത്തതായിട്ട് പറയുന്നത്. അതിനായിട്ട് ഓക്കെ, സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ 3 ഡയമെൻഷണൽ സ്പേസ് എടുക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ് വെക്റ്റർ അല്ലെങ്കിൽ കെറ്റ് വെക്റ്റർ psi എന്ന് പറയുന്നത് സപ്പോസ് a1 a2 a3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, a1 a2 a3. നമുക്കറിയാം phi 1 എന്ന് പറയുന്നത് എന്താണ്? phi 1 ഈസ് 1 0 0 ആണ്. അതേസമയം വാട്ട് ഈസ് phi 2? phi 2 0 1 0 ആണ്. phi 3 എന്ന് പറയുന്നത് 0 0 1 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രാ വെക്റ്റർ phi 1 എന്താണ്? ഇറ്റ് ഈസ് 1 0 0. ബ്രാ വെക്റ്റർ phi 2 ഈസ് 0 1 0 ആൻഡ് ബ്രാ വെക്റ്റർ phi 3 എന്ന് പറയുന്നത് 0 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും phi 1 വിത്ത് psi? അതേപോലെ വാട്ട് ഈസ് phi 2 വിത്ത് psi ആൻഡ് വാട്ട് ഈസ് phi 3 വിത്ത് psi?
ഓക്കെ, ഫൈ 1 വിത്ത് സൈ ബ്രാ വെക്റ്റർ ഫൈ 1 എന്ന് പറയുന്നത് 1 0 0 വിത്ത് കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് A1 A2 A3. എന്ത് കിട്ടും നമുക്ക്? ദിസ് ഈസ് ഈക്വൽ ടു A1 എന്ന് കിട്ടും. ഓക്കെ, അതേസമയം ഇവിടെയോ ഇത് നമുക്കറിയാം ദിസ് ഈസ് 0 1 0 ആണ് ഇൻറ്റു A1 A2 A3 ദിസ് ഈസ് A2 ആയിരിക്കും. അതേപോലെ ഇതെന്തായിരിക്കും 0 0 1 ഇൻറ്റു A1 A2 A3 എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു A3 ആയിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? ഫൈ 1 വിത്ത് സൈ എന്ന് പറയുന്നത് A1 ആണ്, ഫൈ 2 വിത്ത് സൈ എന്ന് പറയുന്നത് A2 ആണ്, ഫൈ 3 വിത്ത് സൈ എന്ന് പറയുന്നത് AN ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു n ഡയമെൻഷണൽ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഫൈ n വിത്ത് സൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AN കിട്ടും, എന്ത് ടേം കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഫൈ വണ്ണിനെ സൈയോട് നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സൈയിലുള്ള എന്താണ് ഫൈ 1ൻ്റെ കമ്പോണൻറ്റ്, അതാണ് A1. സൈയിലുള്ള ഫൈ 2വിൻ്റെ കമ്പോണൻ്റാണ് A2, സൈയിലുള്ള ഫൈ 3യുടെ കമ്പോണൻ്റാണ് A3. ഓക്കെ, ഇപ്പോൾ ജനറലി സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ വിത്ത് സൈ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? AN എന്നെടുക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഈ മുമ്പ് ഈ പറഞ്ഞ ടേമിനെ ഫൈ എൻ വിത്ത് സൈയെ നമ്മൾ AN എന്ന് എഴുതിയത്. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു കെറ്റ് വെക്റ്റർ സൈയെ ഇസ് ഈക്വൽ ടു സം ഓവർ n ഈക്വൽ ടു 1 to infinity AN ഫൈ എൻ എന്ന് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞത്. ഇനി വേർ ദിസ് AN എന്ന് പറയുന്നത് എന്താണ്? AN ഈസ് ഫൈ എൻ സൈ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്, സപ്പോസ് നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു കെറ്റ് വെക്റ്ററിനെ ഇങ്ങനെയാണെന്ന് ചോദിക്കുക. സൈ എന്ന് പറയുന്ന ഒരു കെറ്റ് വെക്റ്റർ A1 A2 A3 എക്സെട്ര AN n ടേംസ്, അതായത് ഒരു n ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുക്കുന്നു. സൈ ഈസ് എ വെക്റ്റർ ഇൻ ആൻ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. ഇഫ് യു റെപ്രസെൻറ്റ് ദിസ് ആസ് A1 A2 A3 എക്സെട്ര AN, ദെൻ ഇതിന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? A1 എന്ന് പറയുന്നത് എന്താണ്? A1 ഈസ് സിംപ്ലി ഫൈ 1 വിത്ത് സൈ ആണ്. A2 എന്ന് പറയുന്നത് ഫൈ 2 വിത്ത് സൈ ആണ്, എക്സെട്ര AN എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫൈ എൻ വിത്ത് സൈ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കെറ്റ് വെക്റ്റർ സൈയെ നമ്മൾ എങ്ങനെ ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമുക്കൊരു കെറ്റ് വെക്റ്റർ സൈ ഉണ്ട്. ആ കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് കെറ്റ് വെക്റ്ററിനെ എപ്പോഴും നമ്മൾ കോളം വെക്റ്ററായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ സപ്പോസ് ഇത് A1 A2 A3 എക്സെട്ര AN എന്ന് പറയുന്ന രീതിയിലാണ് ഉള്ള ഒരു കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? A1 എന്ന് പറയുന്നത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ 1 വിത്ത് സൈ ആണ്, A2 എന്ന് പറയുന്നത് ഫൈ 2 വിത്ത് സൈ ആണ്, A3 എന്ന് പറയുന്നത് ഫൈ 3 വിത്ത് സൈ ആണ്. ഇങ്ങനെ ലാസ്റ്റ് ടൈം AN എന്ന് പറയുന്നത് ഫൈ എൻ വിത്ത് സൈ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ എഴുതാൻ വേണ്ടി പറ്റും. നൗ അടുത്ത് നമ്മൾ ബ്രാ വെക്റ്ററിലേക്ക് വരുമ്പോൾ ദി ബ്രാ വെക്റ്റർ സൈ, നമ്മൾ സപ്പോസ് ബ്രാ വെക്റ്റർ സൈ എടുക്കും. ഓക്കെ, ദി ബ്രാ വെക്റ്റർ സൈ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ഓർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ റോ വെക്റ്റർ. ബ്രാ വെക്റ്ററിനെ നമ്മളെപ്പോഴും റോ വെക്റ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമുക്ക് കെറ്റ് വെക്റ്ററിൻ്റെ ഹെർമീഷ്യൻ കോഞ്ചുഗേറ്റഡ് ട്രാൻസ്പോസ് ആണ്, അല്ലെങ്കിൽ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആണെന്ന് പറയാം. കെറ്റ് വെക്റ്ററിൻ്റെ ഡാഗർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബ്രാ വെക്റ്റർ കിട്ടും. ഓക്കെ, കെറ്റ് വെക്റ്ററിൻ്റെ ഡാഗർ എടുത്തു കഴിഞ്ഞാൽ ബ്രാ വെക്റ്റർ കിട്ടും. സോ ഇറ്റ് മീൻസ് നമുക്കിവിടെ കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്രാ വെക്റ്റർ സൈ ഈസ്, വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് A1 സ്റ്റാർ A2 സ്റ്റാർ A3 സ്റ്റാർ എക്സെട്ര AN സ്റ്റാർ ആയിരിക്കും. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? കോഞ്ചുഗേറ്റ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുത്തു. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കോഞ്ചുഗേറ്റഡ് ട്രാൻസ്പോസ്. അപ്പോൾ ഇത് ഫൈ 1 വിത്ത് സൈയുടെ
കോൺജുഗേറ്റ്, phi 2 വിത്ത് സൈയുടെ കോൺജുഗേറ്റ്, ദെൻ phi 3 വിത്ത് സൈയുടെ കോൺജുഗേറ്റ്, എക്സെട്ര. ലാസ്റ്റ് phi n വിത്ത് സൈയുടെ കോൺജുഗേറ്റ്. ഇങ്ങനെ വരും. റോ വെക്ടറാണ്. ദിസ് ഇസ് എ റോ വെക്ടർ. ഓക്കെ. നൗ അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോസ് സൈ ഫൈ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദിസ് സൈ ഫൈ? നമുക്കറിയാം ബ്രാ വെക്ടർ സൈ എന്ന് പറയുന്നത് A1 സ്റ്റാർ, A2 സ്റ്റാർ, A3 സ്റ്റാർ, എക്സെട്ര AN സ്റ്റാറാണ്. നൗ ഈ പറഞ്ഞ ഫൈ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഇഫ് യു റെപ്രസെൻറ്റ് ദിസ് ഫൈ ആസ് സം B1 B2 B3 എക്സെട്ര BN എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇതിനെ എനിക്കൊരു സം ഓവർ n A1 സ്റ്റാർ, ഇത് എന്താണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A1 സ്റ്റാർ B1 പ്ലസ് A2 സ്റ്റാർ B2 പ്ലസ് A3 സ്റ്റാർ B3 പ്ലസ് എക്സെട്ര AN സ്റ്റാർ BN എന്ന് വരും. അപ്പോൾ ജനറലി ദിസ് സം ഓവർ n AN സ്റ്റാർ BN ആണെന്ന് പറയാം. വേർ ദിസ് BN ഈസ് ഈക്വൽ ടു ഫൈ n വിത്ത് ഫൈ ആണ്. BN ഈസ് ഈക്വൽ ടു ഫൈ n വിത്ത് ഫൈ. ഓക്കെ. അതായത് BN ഈസ് ഈക്വൽ ടു ഫൈ n, നമ്മളിപ്പോൾ പറഞ്ഞത് BN ഈസ് ഈക്വൽ ടു ഫൈ n വിത്ത് ഫൈ എന്ന ഫൈ n വിത്ത് ഫൈ എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം കെറ്റ് വെക്റ്റർ ഫൈ നമ്മൾ എന്താണെന്നാണ് എടുത്തത്. കെറ്റ് വെക്റ്റർ ഫൈ ഈസ് ഈക്വൽ ടു B1 B2 B3 എന്നല്ല എക്സെട്ര BN എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഫൈ n വിത്ത് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതായത് നമ്മളിപ്പോൾ സപ്പോസ് ഫൈ 1 വിത്ത് ഫൈ എടുക്കുകയാണ്. ഫൈ 1 വിത്ത് ഫൈ. ഓക്കെ. ഫൈ 1 എന്ന് പറയുന്നത് നമ്മുടെ ബേസ് വെക്ടറാണ്. അത് റോ വെക്ടറായിട്ട് എഴുതാം. അതായത് ഫൈ 1 ഈസ് 1 0 0 എക്സെട്ര ലാസ്റ്റ് 0, ഇങ്ങനെ n ടേംസ് ഉണ്ടാവും. ഇൻറ്റു ദിസ് കെറ്റ് വെക്ടർ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇത് B1 B2 B3 എക്സെട്ര BN ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? B1 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഫൈ 2 വിത്ത് ഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? B2 എന്ന് കിട്ടും അല്ലേ? ഫൈ 3 വിത്ത് ഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് B3 എന്ന് കിട്ടും. ജനറലി ഫൈ n വിത്ത് ഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് BN എന്ന് കിട്ടും. ഫൈ n വിത്ത് ഫൈ. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. എന്ത്? ഈ പറഞ്ഞ സൈ വിത്ത് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓവർ n AN സ്റ്റാർ BN എന്ന് എഴുതാം. വേർ ദിസ് BN എന്ന് പറയുന്നത് ഫൈ n വിത്ത് ഫൈ ആണെന്ന് പറഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ കെറ്റ് വെക്റ്റർ സൈയും അതേപോലെ ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത്, കെറ്റ് വെക്റ്റർ സൈ ആൻഡ് ബ്രാ വെക്റ്റർ സൈ ആർ ഹെർമീഷ്യൻ അഡ്ജോയിൻസ് ഓഫ് ഈച്ച് അതർ. ആർ ഹെർമീഷ്യൻ അഡ്ജോയിൻസ് ഓഫ് ഈച്ച് അതർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു കെറ്റ് വെക്റ്ററിനെ അതുപോലെ തന്നെ ഒരു ബ്രാ വെക്റ്ററിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ. നൗ അപ്പോൾ എങ്ങനെയാണ് ഒരു കെറ്റ് വെക്ടറിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുക? ഒരു സൈ എന്ന് പറയുന്ന ഒരു കെറ്റ് വെക്ടർ. സപ്പോസ് ഇത് A1 A2 എക്സെട്ര AN ഇങ്ങനെയുള്ള ഒരു സൈ എന്ന് പറയുന്നൊരു കെറ്റ് വെക്ടറിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ A1 A2 എക്സെട്ര AN എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഫൈ 1 സൈ, ഫൈ 2 സൈ എക്സെട്ര ഫൈ n സൈ ആയിരിക്കും. ഇതാണ് ഒരു കെറ്റ് വെക്ടറിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. അതേസമയം ഒരു ബ്രാ വെക്ടർ സൈ നമ്മൾ എടുക്കും. ഓക്കെ. ആ ബ്രാ വെക്ടർ സൈയുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു A1 സ്റ്റാർ A2 സ്റ്റാർ എക്സെട്ര AN സ്റ്റാർ. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദിസ് ഫൈ 1 വിത്ത് സൈ കോൺജുഗേറ്റ്, ഫൈ 2 വിത്ത് സൈ കോൺജുഗേറ്റ് എക്സെട്ര ഫൈ n സൈ കോൺജുഗേറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം ഇതുപോലെ നമ്മളിവിടെ പറഞ്ഞ് ദിസ് ഫൈ n വിത്ത് സൈ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ AN എന്ന് വിളിച്ചത്. ഓക്കെ. ഫൈ n വിത്ത് സൈയെ നമ്മൾ AN എന്ന് വിളിച്ചു. അതേസമയം
ഫൈ എൻ വിത്ത് ഫൈ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മൾ ബി എൻ എന്ന് വിളിച്ചു. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ എങ്ങനെ ഒരു ഗെറ്റ് വെക്ടറിനെയും അതുപോലെ തന്നെ ഒരു ബ്രാ വെക്ടറിനെയും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ആയിട്ട് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് ലെറ്റ് φ1 is equal to 1 0 0, φ2 is equal to 0 1 0, φ3 is equal to 0 0 1. Let psi is equal to 3 4 5. ഓക്കെ, സൈയെ നമ്മൾ 3 4 5 എന്ന് എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് φ1 φ2 φ3 എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലെ ബേസ് വെക്റ്റേഴ്സാണ്. അപ്പോൾ സൈ എന്ന് പറയുന്ന ഒരു വെക്റ്റർ 3 4 5 എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ ഈ പറഞ്ഞ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 3 φ1 പ്ലസ് 4 φ2 പ്ലസ് 5 φ3 എന്നെനിക്ക് എഴുതാം. ഓക്കെ, അതായത് ഈ പറഞ്ഞ സൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 3 4 5 എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണിത്? ദിസ് ഈസ് സിംപ്ലി φ1 സൈ, φ2 സൈ, φ3 സൈ ആണ്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ φ1 സൈ എടുത്താൽ നമുക്ക് 3 എന്ന് കിട്ടും, φ2 സൈ എടുത്തു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും, φ3 സൈ എടുത്തു കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു നോട്ട്. ദാറ്റ് ഈസ് സപ്പോസ് എ കെറ്റ് സൈ ഈസ് നോർമലൈസ്ഡ്. നമ്മളെപ്പോഴാണ് പറയുക ഒരു കെറ്റ് സൈ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആണെന്ന് പറയുന്നത് ഈഫ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓവർ എൻ മോഡുലസ് ഓഫ് എ എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതായത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ ഈക്വൽ ടു 1 കിട്ടിയാൽ നമുക്കത് നോർമലൈസ്ഡ് ആണെന്ന് പറയാം. ഈഫ് നോട്ട് നോർമലൈസ്ഡ്, ഈ പറഞ്ഞ കെറ്റ് സൈ നോർമലൈസ്ഡ് അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം. ഇഫ് നോട്ട് നോർമലൈസ്ഡ് ദെൻ ടു നോർമലൈസ് ഇറ്റ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ഇറ്റ് ബൈ എ കോൺസ്റ്റൻറ്റ്, മൾട്ടിപ്ലൈ ഇറ്റ് ബൈ എ കോൺസ്റ്റൻറ്റ് ആൽഫ. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് ആൽഫ നമ്മൾ എടുക്കുന്നു. സോ ദാറ്റ് ഇപ്പോൾ സൈയെ നമ്മൾ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിലാർ പ്രോഡക്റ്റ് ആൽഫ സൈ വിത്ത് ആൽഫ സൈ വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെനിക്ക് മോഡ് ആൽഫ സ്ക്വയർ ഇൻറ്റു സൈ വിത്ത് സൈ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇങ്ങനെ 1 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി 1/√ഓഫ് ദിസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ സൈയെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ആ വേവ് ഫംഗ്ഷനോട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നിങ്ങൾ പുറത്തെടുക്കുന്നത് ആൽഫ സ്റ്റാർ ആയിരിക്കും. ഇവിടുന്ന് ആൽഫ പുറത്ത് വരുമ്പോൾ അത് ആൽഫ വരും. ആൽഫ സ്റ്റാർ ആൽഫയാണ് നമ്മൾ മോഡ് ആൽഫ സ്ക്വയർ എന്ന് എഴുതിയത്. മോഡ് ആൽഫ സ്ക്വയർ ഇൻറ്റു സ്കെയിലാർ പ്രൊഡക്റ്റ് സൈ വിത്ത് സൈ, ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 1/√ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് സൈ ആണ്. ആൻഡ് ദിസ് ആൽഫ ഈസ് കോൾഡ് ദ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. നൗ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൺസിഡർ ദിസ് കെറ്റ് വെക്റ്റർ സൈ ഈസ് ഈക്വൽ ടു 5i 2 minus i and kett vector phi is equal to 3 8i minus 9i. Okay, question A part, find psi star and bra vector psi. Question B part, is psi normalized? If not, normalize it. If not, then normalize it. C part, are psi and phi orthogonal? Are psi and phi orthogonal? Okay. So നമുക്കിപ്പോൾ ഇവിടെ കെറ്റ് വെക്റ്റർ സൈ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈ സ്റ്റാർ കാണാൻ വേണ്ടിയിട്ടാണ്. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി അതിൻ്റെ കോൺജുഗേറ്റ് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ -5i 2i എന്ന് വരും.
അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബ്രാ വെക്റ്റർ സൈ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ബ്രാ വെക്റ്റർ സൈ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, അത് കെറ്റ് വെക്റ്റർ സൈയുടെ ഡാഗറാണ്. ഓക്കെ, കെറ്റ് വെക്റ്റർ സൈയുടെ ഡാഗർ എന്ന് വെച്ചാൽ അതിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ ട്രാൻസ്പോസാണ്, കോഞ്ചുഗേറ്റിൻ്റെ ട്രാൻസ്പോസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് നമുക്ക് -5y 2i ആണെന്ന് എഴുതാം. ഓക്കെ, -5y 2i. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വെറുതെ ഒരു കെറ്റ് വെക്റ്റർ സൈയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ബ്രാ വെക്റ്റർ സൈ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്, കെറ്റ് വെക്റ്റർ സൈയുടെ വെറുതെ കോഞ്ചുഗേറ്റ് എടുക്കുക. അതേസമയം ബ്രാ വെക്റ്റർ സൈ എന്ന് പറഞ്ഞാൽ എന്താ, കോഞ്ചുഗേറ്റിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അതാണ് ഡാഗർ. നോ ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഈ സൈ നോർമലൈസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ നോർമലൈസ്ഡ് ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം, ഇത് 1 ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, -5y 2i ഇൻറ്റു 5i 2 - i. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5i ഇൻറ്റു -5i ദാറ്റ് ഈസ് 25 + 4 + 1 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 30 എന്ന് വെച്ചാൽ ഇത് നോർമലൈസ്ഡ് അല്ല. അപ്പോൾ ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ സൈ ഈസ് ഈക്വൽ ടു 30 എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു കൈ എന്ന് പറയുന്നൊരു വെക്ടർ ഡിഫൈൻ ചെയ്യുന്നു. ദിസ് ഈസ് 1/√30 ഇൻറ്റു 5i 2 - i. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ വെക്റ്റർ ഈ സാധനമായിരുന്നു എന്ത്, നമ്മുടെ സൈ എന്ന് പറയുന്നത് അല്ലേ. ഈ സൈ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ പറഞ്ഞ 1/√30 ഇൻറ്റു സൈ എന്ന് എഴുതുന്നു, ആൻഡ് ദാറ്റ് ഈസ് വെക്റ്റർ കൈ. അപ്പോൾ ഈ പറഞ്ഞ കൈ എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയായിരിക്കും, നോർമലൈസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ കൈ വിത്ത് കൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 1/√30 ഇൻറ്റു 1/√30 ഇൻറ്റു പിന്നെ വരുന്ന എന്താണ്, ഈ പറഞ്ഞ ടേം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് 5i അതായത് -5i 2i -5i 2i അല്ലേ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 30 കിട്ടി. ഇത് 30 എന്ന് പറയുമ്പോൾ ഈ 30 ഈ √30 ക്യാൻസൽ ആകുമ്പോൾ ഈക്വൽ ടു 1 വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇതിനെ നമ്മളിപ്പോൾ നോർമലൈസ് ചെയ്തു, ആൻഡ് ദിസ് വെക്ടർ ഈസ് നോർമലൈസ്ഡ്. ഇവിടുത്തെ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കിട്ടിയ 1/√30 എന്ന് പറയുന്നത്. നൗ നമ്മളിവിടെ അടുത്തത് ആ ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് എന്തായിരുന്നു, ആർ ദിസ് സൈ ആൻഡ് ഫൈ ഓർത്തോഗണൽ എന്നുള്ളതാണ്. സൈയും ഫൈയും ഓർത്തോഗണലാണോ, സൈയും ഫൈ ഓർത്തോഗണലാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, സ്കെയിലാർ പ്രൊഡക്റ്റ് സൈ വിത്ത് ഫൈ 0 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. എന്താണ് ബ്രാ വെക്റ്റർ സൈ, ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്നത് -5i 2i ആണ്. കെറ്റ് വെക്റ്റർ ഫൈ എന്ന് പറയുന്നത് 3 8i -9i ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -15i + 16i + 9 എന്ന് വരും, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 9 + i എന്ന് വരും, ആൻഡ് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദെർഫോർ ദേ ആർ നോട്ട് ഓർത്തോഗണൽ. ഇതെന്തല്ല, ഈ സൈയും ഫൈയും ഓർത്തോഗണൽ അല്ല എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കെറ്റ് വെക്ടറിനെ അതുപോലെ തന്നെ ബ്രാ വെക്ടറിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുന്നത്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഓപ്പറേറ്ററിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.